ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് പ്രോഡക്റ്റ്സ് നമുക്ക് ഓൺലൈൻ വന്നിരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ അൺബോക്സ് പ്ലസ് റിവ്യൂ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ കുറച്ച് നാളായി നമ്മൾ അൺബോക്സിങ് വീഡിയോസൊക്കെ ചെയ്തിട്ട്. അപ്പോൾ കുറച്ച് പേർക്കൊക്കെ അത് കാണാനായിട്ട് ഭയങ്കര താല്പര്യമുള്ള ആൾക്കാരുണ്ട് നമുക്ക് മെസ്സേജ് അയച്ചിരുന്നത്. അപ്പം അവർക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ അവരുടെ ഒരു ഇഷ്ടവും കൂടെ ഒക്കെ നോക്കി നമ്മൾ ഇപ്പം കുറച്ച് നാളായി. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് പ്രോഡക്റ്റ്സ് ഒന്ന് വരാനും ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്നിച്ച് കിട്ടിയിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചിരിക്കുമായിരുന്നു. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഫ്ലിപ്കാർട്ടിൻ്റെ തന്നെ ഷോപ്സി എന്ന് പറഞ്ഞ സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്തിരുന്ന പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഫ്ലിപ്കാർട്ടിൻ്റെ തന്നെ സാധനങ്ങളാണ്. ഷോപ്സി എന്ന് പറഞ്ഞ സൈറ്റിൽ നിന്ന് നമ്മൾ മേടിച്ചെന്നേ ഉള്ളൂ. അപ്പം ഫസ്റ്റ് നമ്മുടെ പ്രോഡക്റ്റ് ഇതാണ് കേട്ടോ. അപ്പോൾ ഇത് ഗ്ലോബസ് നാച്ചുറൽസ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു പിമ്പിൾ ക്ലിയർ ഫേസ് വാഷാണ് കേട്ടോ. ഹെർബലാണ്. അപ്പം നമുക്ക് ആൻറ്റി ആക്നെയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് സാലിസിലിക് ആസിഡൊക്കെ ചേർന്നിട്ടുള്ള ഒരു ഫേസ് വാഷാണ് കേട്ടോ. അപ്പം ഇതിൽ അലോവേറ, വിറ്റമിൻ ഇ ഒക്കെ ചേർന്നിട്ടുള്ളതാണെന്ന് പറയുന്നു. അപ്പോൾ 75 ഗ്രാമാണ് ഇതിൽ വരുന്നത് കേട്ടോ. അപ്പം ഞാനിത് യൂസ് ചെയ്തു. കാരണം ഇത് മേടിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം 3 ഡേയ്സ് ഞാൻ യൂസ് ചെയ്തു. എനിക്ക് മറ്റേന്ന് പറയുമ്പം ഒരു 2 ദിവസത്തിൽ തന്നെ ഒരു പിമ്പിളൊക്കെ വരുന്ന ആ ഒരു രീതിയിലായിരുന്നു എൻ്റെ സ്കിന്ന്. പക്ഷേ ഇപ്പം ഇത് ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ ഇത്രയും ദിവസം കുഴപ്പമില്ലായിരുന്നു. അപ്പം 1 വീക്ക് യൂസ് ചെയ്തിട്ട് എനിക്ക് നോക്കണം. അപ്പോൾ ഇതുവരെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇത് നമ്മൾ കഴിയുമ്പം സാധാരണ നമ്മൾ ഫേസ് വാഷൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ സ്കിന്നൊരു ഡ്രൈ രീതിയിലാകുമല്ലോ. അന്നേരം നമ്മൾ മോയ്സ്ചറൈസർ മസ്റ്റായിട്ട് പരട്ടണം. ഞാനും അങ്ങനെയാണ് ചെയ്യുന്നത്. ഇതിട്ട് കളഞ്ഞ ശേഷം എനിക്ക് ഡോക്ടർ പറഞ്ഞു തന്നിട്ടുള്ള ഒരു IPCയുടെ ഒരു മോയ്സ്ചറൈസർ ആക്നെയ്ക്ക് വേണ്ടിയിട്ടുള്ളതുണ്ട്. അപ്പം അത് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതായിരുന്നു നമ്മുടെ ആദ്യത്തെ പ്രോഡക്റ്റ്. അപ്പോൾ രണ്ടാമത്തെ പ്രോഡക്റ്റ് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ഒരു ഫൗണ്ടേഷനാണ് കേട്ടോ. നമ്മുടെ മാഴ്സിൻ്റെ ഭയങ്കര വൈറൽ ട്രെൻഡിങ് ആയിരുന്ന സീറോ ബ്ലെൻഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മാഴ്സിൻ്റെ ഫൗണ്ടേഷനാണ്. അപ്പോൾ 8 ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത്. അപ്പോൾ ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അധികം നേരം ബ്ലെൻഡ് ചെയ്യാൻ വേണ്ട, പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിൽ ആ ഒരു ഇതാവും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഫൗണ്ടേഷൻ അവർ ഇറക്കിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് സൺസ്ക്രീൻ ഇട്ട ആ ഒരു പ്രൊട്ടക്ഷൻ കിട്ടുന്ന രീതിയിൽ SPF 30+ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സൺസ്ക്രീൻ ഇട്ടില്ലെങ്കിലും അങ്ങനെ ഈ ഒരു മാഴ്സിൻ്റെ ഈ ഒരു ഫൗണ്ടേഷനിലൂടെ നമുക്ക് ഇത്ര ഒരു പ്രൊട്ടക്ഷൻ കിട്ടും എന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ ഇത് 8 ഷെയ്ഡ്. ഹണി എന്നുള്ള ഒരു പേരിലാണ് ആ ഒരു ഷെയ്ഡിൻ്റെ നെയിം വരുന്നത് കേട്ടോ. അപ്പോൾ മീഡിയം ടു ബിൽഡബിൾ കവർ എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഇത്രയും നല്ല കവറേജ് കിട്ടും. ഞാൻ ഉപയോഗിച്ച് നോക്കിയപ്പോൾ നല്ല കവറേജ് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പം ഇത് ഞാൻ പല വീഡിയോസും ഞാൻ കണ്ട് റിവ്യൂ ഒക്കെ നോക്കിയായിരുന്നു. അപ്പം പലരും ഇത് അഫോർഡബിളായിട്ടുള്ള നല്ലൊരു ഫൗണ്ടേഷനായിട്ട് പറയുന്നുണ്ട്. അപ്പം അതാണ് ഈ ഒരു മാഴ്സിൻ്റെ. പിന്നെ ഇത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇട്ട ഫീൽ നമുക്ക് തോന്നത്തില്ല. പിന്നെ ഇതിൽ 449 MRP കിടക്കുന്നത്. പക്ഷെ നമുക്കിത് ഷോപ്സി എന്ന് പറഞ്ഞ സൈറ്റിൽ നിന്ന് നമ്മൾ 284 അത്രയും റേറ്റിനായിരുന്നു നമുക്കിത് നല്ല ഓഫർ പ്രൈസിൽ കിട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ മേടിച്ചത്. അപ്പോൾ 08 ഹണി നെക്ടാർ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു ഷെയ്ഡ്. അപ്പം എൻ്റെ എന്ന് പറയുമ്പോൾ ഒരു ഇച്ചിരി ഡസ്കി ആ ഒരു ടൈപ്പിലെ സ്കിൻ ടോണാണ് ഇത് വരുന്നത്. അപ്പോൾ ആ ഒരു ഇതിലുള്ളവർക്ക് ഇത് നല്ലൊരു ഇതാണ്. പിന്നെ നമുക്ക് പല ബ്രാൻഡിൻ്റെയും നമുക്കറിയാം കറക്റ്റ് ഒരു ഷെയ്ഡ് കിട്ടാനായിട്ട് പാട് തോന്നും അല്ലേ. പക്ഷേ ഈ മാഴ്സിൻ്റെ എനിക്ക് വളരെ കറക്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. പിന്നെ ഇതും അതിൻ്റെ ബോട്ടിൽ വരുന്നത് ഇങ്ങനെ ഒരു പമ്പ് രീതിയിലാണ്. നമ്മുടെ ബ്ലൂ ഹെവൻ്റെ ഒക്കെ ഫൗണ്ടേഷൻ അത് ഞാൻ നേരത്തെ ഉപയോഗിച്ചിട്ടുള്ളതാണ്. അതിൻ്റെയൊക്കെ രീതിയിൽ തന്നെ ഒരു പമ്പ് രീതിയിലാണ് ഇതിൻ്റെ ബോട്ടിൽ വരുന്നത്. നല്ല രസമാണ് ഉപയോഗിക്കാനൊക്കെ കേട്ടോ.
അപ്പോൾ അടുത്തൊരു പ്രോഡക്റ്റ് വന്നിട്ട് നമ്മുടെ ഹെയർ കണ്ടീഷണറാണ് കേട്ടോ. അപ്പോൾ ഡ്രൈ ആൻഡ് ഡൾ ഹെയറിന് വേണ്ടിയിട്ടുള്ള ഖാദിയുടെ നമ്മുടെ ഹെർബൽസ് അറിയാമല്ലോ, ഖാദി ഹെർബൽസ് അവരുടെ ഒരു കണ്ടീഷണറാണ് വരുന്നത്. അപ്പം ഖാദിയുടെ പ്രോഡക്ട്സ് ഞാൻ പണ്ട് യൂസ് ചെയ്തിരുന്ന ആളാണ്. പണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അതിൻ്റെ ക്രീമൊക്കെ യൂസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം വീട്ടിലും മമ്മി ഇതൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് ഖാദിയുടെ പ്രോഡക്ട്സ്. അതിനുശേഷം വലിയൊരു ഗ്യാപ്പ് വന്നു, ഞാൻ കുറേ നാളായിട്ട് അങ്ങനെ മേടിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇപ്പം നമ്മൾ ഈ ഷാമ്പൂ കണ്ടീഷണറിൻ്റെയൊക്കെ ഉപയോഗം വലുതായപ്പോൾ ഉണ്ടായപ്പോഴാണ് ഞാൻ അവരുടെ കണ്ടീഷണർ ഒന്ന് മേടിച്ച് നോക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ അത് മേടിച്ചു. ഇത് ഞാൻ ഉപയോഗിച്ച് നോക്കിയായിരുന്നു. നല്ല അടിപൊളിയാണ് കേട്ടോ. നമ്മുടെ ഒരു നല്ല സ്ട്രെയിറ്റ് ആൻഡ് നമ്മുടെ ഒരു സിൽക്കി ഹെയർ, ഓൾറെഡി നമ്മുടെ അങ്ങനത്തെ ഒരു ടൈപ്പ് ഹെയർ ആണെങ്കിലുണ്ടല്ലോ, അല്ലെങ്കിൽ വേവിയൊക്കെ ആണെങ്കിൽ നല്ല രസത്തിൽ കിടക്കുകയോ ഒരു കണ്ടീഷണർ ഇട്ട് കഴിയുമ്പം ആ ഒരു എന്താ പറയുക, ഭയങ്കര ഒരു ഡ്രൈ അല്ല ഫ്രിസി ആയിട്ട് കിടക്കുവാണെങ്കിൽ അതൊക്കെ ഒന്ന് ജീവൻ വെച്ച ഒരു രീതിയിൽ നമുക്ക് തോന്നും ഇത് നമ്മൾ ഇടുമ്പോൾ. പിന്നെ ഇത് ബോട്ടിലിൽ നിന്ന് വരാനായിട്ട് ഇച്ചിരി പാടാണ്, അത് മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. സാധാരണ നമ്മുടെ കണ്ടീഷണറൊക്കെ നമ്മൾ ഇങ്ങനെ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അത് വരുമല്ലോ ശരിക്കും. ഇത് പക്ഷേ നമ്മളൊന്ന് ഇങ്ങനെ ഒന്ന് ഷെയ്ക്ക് ചെയ്ത് ഇങ്ങനെ എടുക്കണം. അപ്പോൾ അടുത്തൊരു പ്രോഡക്റ്റ് നമ്മുടെ കാർഗോ പാൻസ് ആണ് കേട്ടോ. അപ്പം കാർഗോ പാൻസ് അങ്ങനെയാണ് കിടന്നിരുന്നത്, പക്ഷേ ഇത് ഒരു പലാസോ മോഡൽ ഒക്കെ കിടക്കുന്നതാണ് കേട്ടോ. കുറച്ച് ഒരു ഓവർ സൈസ്ഡ് ടീഷർട്ട് പോലെ, ഓവർ സൈസ്ഡ് പാൻസ് എന്ന് വേണമെങ്കിൽ പറയാം, അതേപോലെ കിടക്കുന്ന ഒരു പാൻസാണ്. പക്ഷേ നമ്മുടെ പലാസോ ഒക്കെ എന്ന് പറയുമ്പോൾ അത്ര കട്ടി കാണത്തില്ല. ഇത് പക്ഷേ നല്ല കട്ടിയുള്ള അത്യാവശ്യം നല്ല കോട്ടൻ്റെ ഒരു പാൻസായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫുൾ ആൽഫബറ്റ്സിൻ്റെ ഒക്കെ ഒരു ഇതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഡിസൈൻ വരുന്നതാണ്. ബ്ലാക്ക് കളറാണ് ഞാൻ എടുത്തിരുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ട്രൈ PR എന്ന് പറഞ്ഞിട്ട് ഉള്ള ബ്രാൻഡിൻ്റെ ഒരു ഇതാണ്. അപ്പോൾ അതിൻ്റെ ടീഷർട്ടുകൾ ഞാൻ നേരത്തെ മേടിച്ചിട്ടുണ്ട്, 3-4 ടീഷർട്ടുകൾ ഞാൻ ട്രൈ PRൻ്റെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ സൈറ്റും ഉണ്ട് കേട്ടോ. അവരുടെ സൈറ്റിൽ എനിക്ക് തോന്നുന്നു ഇടയ്ക്കിടയ്ക്ക് നല്ല ഓഫറൊക്കെ വരുന്നുണ്ട്. 299-നൊക്കെ നമുക്ക് നല്ല കാർഗോ പാൻസൊക്കെ കിട്ടും. അപ്പം അതായിരുന്നു ഒന്ന്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ഐറ്റം 2 ടീഷർട്ടുകളാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് മെറൂണാണ്. ഇത് തൃപ്തി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെയാണ്. അപ്പോൾ ഇതാണ് ഒരു കളർ. ഇനി നെക്സ്റ്റ് വന്നിട്ട് അതിൻ്റെ തന്നെ സെയിം ബ്രാൻഡിൻ്റെ തന്നെ ഒരു വൈറ്റ് ഗ്രേ ഷെയ്ഡാണ്. ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ഐറ്റം ഓപ്പൺ ചെയ്യാം. അപ്പോൾ മറ്റേതൊക്കെ ഒരു ബാച്ച് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ എന്നിട്ട് ഈവനിങ് ആണ് ഷൂട്ട് ചെയ്യുന്നത്, കുറച്ചുകൂടെ ലേറ്റായിട്ട് ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് കേട്ടോ. ഇത് ആദ്യമേ വന്നിരുന്നതാണ്. അപ്പോൾ ഇത് നമ്മുടെ ബ്ലൂ ഹെവൻ്റെ നാച്ചുറൽ സാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡിൽ വരുന്ന ഒരു ഫൗണ്ടേഷനാണ് കേട്ടോ, മാറ്റ് ഫൗണ്ടേഷൻ. അപ്പം ഞാൻ നേരത്തെ മാർസിൻ്റെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് അതിന് മുന്നേ മേടിച്ചതാണ്. ആ ഒരു പ്രോഡക്റ്റ് കണ്ട് മുട്ടുന്നതിന് മുന്നേ ഞാൻ മേടിച്ചതാണ് കേട്ടോ. അപ്പം ഇതും പക്ഷേ 180 റുപ്പീസ് എന്തോ ഉള്ളായിരുന്നു. പിന്നെ ഞാനിതും മേടിച്ചു. തമ്മിൽ ചെറിയൊരു ഷെയ്ഡ് വ്യത്യാസവും ഉണ്ട്. പിന്നെ നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ഒരു ഫേഷ്യൽ കിറ്റാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് മുഖത്ത് ഫേഷ്യൽ ചെയ്യാൻ നേരം നമുക്ക് ഹെയർ മുന്നിലോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഹെയർ നമുക്ക് പുറകിലോട്ടായി ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഹെഡ് ബാൻഡും, പിന്നെ നമ്മൾ ഫേഷ്യൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഫേസ് മാസ്ക് ആണെങ്കിൽ അത് നമുക്ക് ബ്രഷ് വെച്ചിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ടുള്ള 2 ബ്രഷുകളുമാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് മിനിമം 3 ക്വാണ്ടിറ്റി അല്ലെങ്കിൽ 2 ക്വാണ്ടിറ്റി അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ മേടിച്ചതാണ്. ഒന്നായിട്ട് നമുക്ക് കിട്ടത്തില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ മേടിച്ചതാണ് കേട്ടോ ഇത്.
ഗൈസ്, അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിലുള്ള ഒരു പ്രോഡക്റ്റ് അല്ല, നമ്മളല്ലാതെ നമ്മൾ വാങ്ങിച്ചിട്ടുള്ള ഒരു വാട്സപ്പ് നമ്പറിൽ നമ്മൾ ഓർഡർ ചെയ്ത ഒരു സാരിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഈ ഒരു വീഡിയോയുടെ കൂടെ ചേർക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് നല്ലൊരു അടിപൊളി സാരിയാണ്, നല്ലൊരു കളറാണ്. വെറും 499 രൂപ മാത്രമേ ഈ സാരിക്കുള്ളായിരുന്നു കേട്ടോ. അപ്പം അതുകൂടെ ഒന്ന് കാണിച്ചേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയ അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അപ്പോൾ അതുവരെ ബൈ.